ഹായ് സ്റ്റുഡൻസ്, സ്റ്റഡി വിത്ത് സ്ക്വയറിലേക്ക് സ്വാഗതം. 5th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിൻ്റെ സോഷ്യൽ സയൻസിലുള്ള 9th ചാപ്റ്റർ ടുവേർഡ്സ് ഇക്വാളിറ്റി. ഈ ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാഡത്തിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ. നമ്മളെന്താ ചെയ്യുക? ആദ്യം തന്നെ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്കിലെ സെൻറ്റൻസ് വായിച്ചു തരും, അതിൻ്റെ മീനിങ്സ് പറഞ്ഞു തരും. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവരും റെഡി ആയിട്ടിരിക്കാം. അപ്പോൾ ചാപ്റ്റർ 9 ടുവേർഡ്സ് ഇക്വാളിറ്റി. ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ തുല്യതയിലേക്ക്, ടുവേർഡ്സ് ഇക്വാളിറ്റി, നമ്മുടെ തുല്യതയിലേക്ക്. ഓക്കെ, ഫസ്റ്റ് എന്താ പറയുന്നത്? ആ ഒരു പിക്ചറാണല്ലേ തന്നിട്ടുള്ളത്. ഈ പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ്? ഒരു പൊതുവിതരണ കേന്ദ്രം അല്ലേ, നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമുക്കറിയാം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ മെയിനായിട്ട് വരുന്ന എന്താണ്? നമ്മുടെ റേഷൻ കടകളാണല്ലേ. മക്കൾക്ക് റേഷൻ കട അറിയാതിരിക്കില്ലല്ലോ അല്ലേ? എല്ലാവർക്കും എന്താണ്? റേഷൻ കാർഡും ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ എന്ത് ചെയ്യാറുണ്ട്? എല്ലാ മാസവും റേഷൻ കടയിൽ അധികവും പോവലുണ്ട് അല്ലേ. അതുപോലെ നിങ്ങൾക്ക് റേഷൻ കാർഡ് ഉണ്ടല്ലോ. എന്താണ് നിങ്ങളുടെയൊക്കെ റേഷൻ കാർഡിൻ്റെ കളർ എന്ന് നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കുക. അപ്പം ഇവിടെ ഒരു സ്റ്റുഡൻറ്റ്, ഒരു കുട്ടി അവൻ്റെ ഗ്രാൻഡ് പായോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ഗ്രാൻഡ് പാ, വൈ ഡസ് എവരി വൺ ഹാവ് ഡിഫറെൻറ്റ് കളേർഡ് കാർഡ്സ് വിത്ത് ദം? മുത്തച്ഛ അല്ലെങ്കിൽ അച്ചച്ച, എന്തുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തരുടെയും കയ്യിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായ നിറത്തിലുള്ള കാർഡുകൾ കാണുന്നതെന്ന്? ഓക്കെ, അപ്പം എന്താണ് നമ്മുടെ മുത്തച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത്? ഡിഫറെൻറ്റ് കളേർഡ് കാർഡ്സ് ആർ ഇഷ്യൂഡ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദി ഇൻകം ഓഫ് ഈച്ച് ഫാമിലി. എന്താണ്? ഓരോരുത്തരുടെയും ഇൻകം അല്ലെങ്കിൽ ഓരോ ഫാമിലിയുടെയും ഇൻകം എന്താണ്? വ്യത്യാസമാണ്. അപ്പോൾ ആ ഒരു ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഡിഫറെൻറ്റ് കളേർഡായിട്ടുള്ള പല നിറത്തിലുള്ള കാർഡുകൾ ലഭിക്കുന്നത്. നമുക്കറിയാം അല്ലേ, യെല്ലോ കളർ റേഷൻ കാർഡ് ഉണ്ട്, പിങ്ക്, ബ്ലൂ, വൈറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കളറിലുള്ള റേഷൻ കാർഡുകൾ ഉണ്ട്. അപ്പോൾ യെല്ലോ കളർ ആർക്കാണ് കിട്ടുക? സാമ്പത്തികമായിട്ട് നല്ലോണം പിന്നോക്കം നിൽക്കുന്നവർക്കാണ് നമുക്ക് ഏത് കളറിലുള്ള റേഷൻ കാർഡ് ഉണ്ടാവുക? യെല്ലോ കളറിലുള്ള റേഷൻ കാർഡ് ഉണ്ടാവുക. ഇനി പിങ്ക് ആണെങ്കിലോ അവരെങ്ങനെയായിരിക്കും? അവർ പോവർട്ടി ലൈൻ, അതിൻ്റെ താഴെ ആയിരിക്കും. ദരിദ്രരേഖയ്ക്ക് താഴെയുള്ളവർക്കാണ് എന്ത് ചെയ്യുക? നമ്മൾ പിങ്ക് കൊടുക്കുക, പിങ്ക് കളറിലുള്ള റേഷൻ കാർഡ് കൊടുക്കുക. ബ്ലൂ ആണെങ്കിലോ അവരുടെ ഇതെങ്ങനെയായിരിക്കും? പോവർട്ടി ലൈനിൻ്റെ മുകളിലായിരിക്കും. ഓക്കെ, ദരിദ്രരേഖയ്ക്ക് മുകളിലുള്ളവർക്കാണ് നമ്മൾ ബ്ലൂ കൊടുക്കുക. പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ ഒരു മിഡിൽ ഫാമിലി എല്ലാവർക്കും എന്താണ്? ബ്ലൂ ആയിരിക്കും ഉണ്ടാകുക, ബ്ലൂ റേഷൻ കാർഡ്. ദെൻ വൈറ്റ് ആണെങ്കിൽ നന്നായിട്ട് സാമ്പത്തികമായിട്ട് നല്ലോണം ഉള്ളവർക്ക് എന്താണ്? വൈറ്റ് കളേർഡ് റേഷൻ കാർഡായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് നമ്മുടെ കുട്ടി എന്താ ചോദിക്കുന്നത്? വൈ ഈസ് ദ ഇൻകം ഓഫ് ഈച്ച് ഫാമിലി ഡിഫറെൻറ്റ്? ദർ ആർ മെനി റീസൺസ് ഫോർ ദാറ്റ്. അപ്പം നമ്മുടെ കുട്ടി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വ്യത്യസ്തമായിരിക്കുന്നതെന്ന്. ഒരു പോയിന്റ് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ നല്ല സാമ്പത്തികമുള്ള ഒരു ഫാമിലിയിലാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്കെന്താ ഓൾറെഡി ആ ഒരു സമ്പത്ത് ഇങ്ങനെ കൈമാറി കിട്ടും. അപ്പം നമുക്ക് എന്താണ് കുറച്ചൊക്കെ ഒരു സാമ്പത്തികമായി അല്ലെങ്കിൽ ഒരു ഇൻകം ഉള്ളൊരു ഫാമിലിയിലായിരിക്കും നമ്മളുണ്ടാവുക അല്ലേ. ഇനി നമുക്ക് നല്ല എഡ്യൂക്കേഷൻ, നമ്മൾ നല്ല വിദ്യാഭ്യാസം ഉണ്ട്, നമുക്ക് നല്ല സ്കില്ലുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? വർക്ക് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇൻകം കിട്ടും, നല്ല വരുമാനം കിട്ടും. അതുപോലെ നമുക്കറിയാം നമ്മൾ ഓരോ ഫാമിലിയിലുള്ള ഓരോ മെമ്പേഴ്സ് പലതരത്തിലുള്ള ജോലികളാണല്ലേ ചെയ്യുന്നത്. ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. പക്ഷേ എല്ലാ ജോലിക്കും ഒരുപോലെയല്ല നമുക്ക് വരുമാനം ലഭിക്കുന്നത്. നമുക്കറിയാം ഒരു ഡോക്ടർക്കോ ഒരു എൻജിനീയർക്കോ ലഭിക്കുന്ന ശമ്പളം അല്ലെങ്കിൽ ഇൻകം നമുക്കൊരിക്കലും നമ്മൾ ഫാമേഴ്സിനോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജസ്റ്റ് നമ്മൾ എന്താ പറയുക ഡെയിലി വേജസിനൊന്നും പോകുന്നവർക്ക് കിട്ടണമെന്നില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഡിഫറൻസ് ഇൻ വർക്ക്, നമ്മൾ ചെയ്യുന്ന ജോലിയിലുള്ള വ്യത്യാസം കൊണ്ടും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഇൻകത്തിനനുസരിച്ചും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഓരോ കുടുംബത്തിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻകം വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ച് അറിയാവുന്ന കാര്യമുള്ളൂ അല്ലേ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് കുഡ് ബി ദ റീസൺസ് ഫോർ ദി ഡിഫറൻസ് ഇൻ ഇൻകം ബിറ്റ്വീൻ ഫാമിലീസ്? അപ്പോൾ നിങ്ങളുടെ ഫാമിലീസുകൾ തമ്മിലുള്ള
ഇൻകത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ ഡിഫറൻസ് ഉണ്ടല്ലോ അതെന്തുകൊണ്ടൊക്കെയാണ് എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നത്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റത്തെ കാര്യം എന്താണ്? എഡ്യൂക്കേഷൻ ആണ് അല്ലേ. ഫാമിലീസ് വിത്ത് മോർ എഡ്യൂക്കേഷൻ ക്യാൻ ഗെറ്റ് ബെറ്റർ ജോബ്സ്. നമുക്കറിയാം അല്ലേ, എഡ്യൂക്കേഷൻ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ഫാമിലി ഉള്ളവർക്ക് എന്താണ്, അവർക്ക് നല്ല ജോലി കിട്ടും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻകം അവർക്കുണ്ടാകും. സെക്കൻഡ് പോയിന്റ്, സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ആളുകളിൽ നല്ല സ്കിൽസും അതുപോലെ എക്സ്പീരിയൻസ്, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ എന്താണ്, നല്ല ഇൻകം ഉണ്ടാവും. അപ്പോൾ സ്പെഷ്യൽ സ്കിൽസ് ഓർ മോർ ഇയേഴ്സ് ഓഫ് വർക്ക് ലീഡ് ടു ഹയർ പേ. തേർഡ് വൺ, ടൈപ്പ് ഓഫ് ജോബ്സ്. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ, ടൈപ്സ് ഓഫ് ജോബ്സ് അല്ലേ. നമ്മൾ ഏത് ജോബാണോ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഇൻകം വരുന്നത്. സം ജോബ്സ് പേ മോർ ദാൻ അതേഴ്സ് അല്ലേ. ഇനി വേർ ദേ ലിവ്, അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ ജീവിക്കുന്നതും അതും നമ്മുടെ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം എന്താണ്, ഫാമിലീസ് ഇൻ സിറ്റീസ് ഓർ ഏരിയാസ് വിത്ത് മോർ ജോബ്സ് മേ ഏൺ മോർ. നമ്മൾ ടൗണിലൊക്കെയാണ് ഒരു ജോലി ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഏരിയക്ക് അനുസരിച്ചുള്ള വരുമാനവും നമുക്കുണ്ടാകും. ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആ ഒരു ഏരിയക്ക് അനുസരിച്ച് തന്നെ എന്താണ്, നന്നായിട്ട് നല്ലൊരു ഇൻകം കിട്ടുന്നവരുണ്ട് അല്ലേ. അത്ര തന്നെ ഇൻകം ചിലപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന ജോലിക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാവണമെന്നില്ല. പിന്നെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാരൻസിന് എന്തുണ്ടാവും, ഭൂമിയോ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് നമുക്കും എന്താണ്, നമ്മളും കുറച്ച് ഇൻകം ഉള്ളവരായി മാറും അല്ലേ. പിന്നെ ഹെൽത്ത് പ്രോബ്ലംസ്, അതുപോലെ തന്നെ എന്താണ്, നമ്മൾ പ്യുവർ ഹെൽത്ത് ആയിട്ടുള്ളവർ, ആരോഗ്യമില്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഇൻകം ഇല്ല. നമ്മൾ ഈ പറയുന്നതൊക്കെ എന്താണ്, എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ഇൻകമുള്ള ആളുകൾ വരുന്നതെന്നാണ് അല്ലേ. പലതരത്തിലുള്ള പൈസ, ഇൻകം എന്ന് പറയുമ്പോൾ എന്താണ്, വരുമാനം. ഓക്കെ, അപ്പം പലതരത്തിൽ വരുമാനമുള്ളവരായി തീരുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ഇല്ലാത്തവർക്കാണെങ്കിൽ എന്താണ്, എഡ്യൂക്കേഷൻ ഉള്ളവരെ പോലെയുള്ള വരുമാനം ഉണ്ടാവില്ല. നല്ല സ്കില്ലഡ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് നല്ല വരുമാനം ഉണ്ടാകുമ്പോൾ സ്കില്ലില്ലാത്ത വ്യക്തിക്ക് എന്താണ്, അവിടെ വരുമാനം കുറയും. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ എന്താണ്, ഫാമിലി സൈസ് കൂടിയാലും വരുമാനത്തിൽ ഡിഫറൻസ് വരും. ചില ആളുകളെ നമ്മുടെ ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യും, ചില ആളുകളെ ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാവുമ്പോഴും വരുമാനത്തിൽ ഡിഫറൻസ് വരും. പിന്നെ പലതരം ഡിസ്ക്രിമിനേഷൻസ് നമുക്ക് കാണാൻ പറ്റും, പലതരത്തിലുള്ള വേർതിരിവുകൾ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള ജോലി കിട്ടാനുള്ള സാധ്യത ഒക്കെ കുറയും അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ടൊക്കെ ചിലപ്പോൾ ജോലി ലഭിക്കും. അപ്പം പാവപ്പെട്ട ഒരാൾക്കാണ് അതിന് അർഹതയുള്ളതെങ്കിൽ പോലും ചിലപ്പോൾ എന്ത് ചെയ്യും, അവരുടെ സ്റ്റാറ്റസിന് വാല്യൂ കൽപ്പിച്ചിട്ട് ആ ജോലി അവർക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ ആകുമ്പോഴും എന്താണ്, വരുമാനത്തിൽ ഡിഫറൻസ് വരും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പം ജസ്റ്റ് 2-3-4 കാര്യങ്ങൾ മാത്രം മക്കൾ നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ക്ലിയർ? മക്കൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അവർ കൺട്രി ഹാസ് എ പ്രോപ്പർ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമ്മുടെ കൺട്രിയിൽ എന്തുണ്ട്, കറക്റ്റായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്. ഓക്കെ, അതിൽ മെയിനായിട്ടുള്ള ഒന്നാണ് റേഷൻ ഷോപ്സ്. മെയിൻ പാർട്ട് ഓഫ് ദിസ് സിസ്റ്റം ഈസ് റേഷൻ ഷോപ്പാണ്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പൊതുവിതരണ കേന്ദ്രം. ഓക്കെ, ഈ പൊതുവിതരണ കേന്ദ്രത്തിൻ്റെ മെയിൻ പാർട്ടാണ് നമ്മുടെ റേഷൻ കടകൾ. ഓക്കെ, ഈ റേഷൻ കടകൾ വഴിയല്ലേ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സാധനങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഈ റേഷൻ ഷോപ്പിലേക്ക് നമുക്ക് പോകണമെങ്കിൽ എന്തുണ്ടാവണം, റേഷൻ കാർഡ് ഉണ്ടാവണം അല്ലേ. അപ്പോൾ പീപ്പിൾ ഗെറ്റ് ഗുഡ്സ് ഫ്രം റേഷൻ ഷോപ്പ് യൂസിങ് റേഷൻ കാർഡ്സ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷൻ കാർഡ്സ് ബേസ്ഡ് ഓൺ ഇൻകം. നമ്മുടെ വരുമാനം അനുസരിച്ച് നമുക്ക് റേഷൻ കാർഡ് കിട്ടും. പലതരത്തിലുള്ള റേഷൻ കാർഡുകളുണ്ട് അല്ലേ. വരുമാനമാണ് അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് റേഷൻ കാർഡുകൾ ലഭിക്കുന്നതും അതിനനുസരിച്ചാണ് നമുക്ക് നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നിന്നും എന്ത് ലഭിക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ വകയുള്ള എന്ത് കിട്ടുന്നത്, ഗുഡ്സ് കിട്ടുന്നത്. ഇപ്പം മക്കൾക്ക് ക്ലിയറായോ കാര്യങ്ങൾ? നമ്മുടെ നീനുവും വിക്കിയും കൂടി നമ്മുടെ പീലിയുടെ ഗ്രാമത്തിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് പീലിയുടെ ഗ്രാമത്തിൽ നിന്ന് തിരിച്ച് വന്നതിന് ശേഷം അവരുടെ ചിന്തകളാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്, അവരുടെ തോട്ട്സ്. ലെറ്റ് us listen to the thoughts of Neenu and Vicky after returning from പീലീസ് വില്ലേജ്. ഓക്കെ, പീലീസ് വില്ലേജ് നമ്മുടെ പീലിക്കുട്ടിയുടെ വില്ലേജിൽ നിന്നും ഗ്രാമത്തിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷമുള്ള നമ്മുടെ നീനുവിൻ്റെ
ചിന്തകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് മാഡം പറഞ്ഞു തരാം. മാഡം ഇതൊന്നും വായിക്കുന്നില്ല, ആ ഒരു കഥ, ആ സ്റ്റോറി മാത്രം, അല്ലെ ആ തോട്ട്സിൻ്റെ ആ ഒരു ഉള്ളടക്കം മാത്രം പറഞ്ഞു തരാം. മക്കൾ ശ്രദ്ധിച്ചോ കേട്ടോ. അപ്പം നമ്മുടെ നീനു പറയാണ്, അവൾ എങ്ങനെയാണ് പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ കരുതിയിരുന്നത്, എനിക്ക് എല്ലായിടത്തും പോകാൻ കഴിയുമോ എന്നുള്ള ആ ഒരു ആശങ്കയോട് കൂടിയാണ് നമ്മുടെ പീലി അല്ലല്ലേ, നമ്മുടെ നീനു ആണല്ലേ. ഓക്കെ, നീനു നമ്മുടെ പീലിയുടെ ഗ്രാമത്തിലേക്ക് കൂട്ടുകാരോടൊപ്പം പോയത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ നീനുവിനെയും കൂട്ടുകാരെയും പീലിയും അതുപോലെ അവളുടെ അമ്മയും അച്ഛനും അവളുടെ ഗ്രാമവും എന്താണ്, നല്ല ഹാപ്പി ആയിട്ടാണ് അവരെ വെൽക്കം ചെയ്തത്. എന്നിട്ടോ നമ്മുടെ നീനു ആ ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു. അവിടെ പീലിയുടെ അച്ഛന് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. മനസ്സിലായോ? നമ്മുടെ പീലിയുടെ അച്ഛൻ എന്താ പണി? കൃഷിയാണ്. അപ്പോൾ അദ്ദേഹം കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളാണ് അവരുടെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ നീനു ഈ ഒരു ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ അവളിങ്ങനെ മനസ്സിൽ കരുതുകയാണ്, ഞാൻ നാട്ടിലെത്തുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അതേ സ്വാദുണ്ടല്ലോ ഈ ഒരു ഭക്ഷണത്തിനെന്ന് നമ്മുടെ നീനു കരുതുകയാണ്. നീനു ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ അവൾ വേറെയും മനസ്സിൽ കരുതുകയാണ്, ഇനി എന്ത് പറയണം, വീട്ടിൽ ചെന്നിട്ട് പറയണം നമ്മൾ പാട്ടത്തിന് കൊടുക്കാറില്ലേ, നമ്മുടെ കൃഷിഭൂമിയൊക്കെ പാട്ടത്തിന് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക, നടത്താൻ കൊടുക്കും. അപ്പോൾ പാട്ടത്തിന് നൽകിയിരിക്കുന്ന നമ്മുടെ കൃഷിഭൂമിയിൽ ഇനി മുതൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ കൃഷി ചെയ്യണമെന്ന് അവളുടെ വീട്ടിൽ പോയിട്ട് പറയണമെന്ന് നമ്മുടെ നീനു ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അപ്പോൾ അവൾ എവിടെയാണ് താമസിക്കുന്നത്? അവൾ സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അവിടെ അവളുടെ അച്ഛനും അമ്മയ്ക്കും എന്താണ്, അപ്പം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരിക്കും അവളുടെ അച്ഛനും അമ്മയും. അതുപോലെ തന്നെ അമ്മയുടെ അടുത്തും അച്ഛനോടും പറയണം, നമുക്ക് ഈ ഗവൺമെൻറ് ക്വാർട്ടേഴ്സിൽ നിന്നും നമുക്ക് എങ്ങോട്ട് താമസം മാറാം, നമ്മുടെ ഗ്രാമത്തിലേക്ക് തന്നെ താമസം മാറാം. അപ്പോൾ എനിക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ കഴിയും. ഇവിടെ നിന്നും നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്നും അമ്മയ്ക്കും എന്ത് ചെയ്യുക, അച്ഛനും ഇവിടെ നിന്നും ഓഫീസിലേക്കൊക്കെ പോകാമല്ലോ എന്നൊക്കെയാണ് നമ്മുടെ നീനു കരുതുന്നത്. മനസ്സിലായില്ല നീനു എന്തൊക്കെയാണ് കരുതിയത് എന്നുള്ളത്, ചിന്തിച്ചത് എന്നുള്ളത്. ഇനി നമ്മുടെ വിക്കിക്കുട്ടൻ്റെ ചാൻസാണ്. വിക്കിക്കുട്ടൻ എന്താ കരുതുന്ന അറിയോ? എങ്ങനെയാണിപ്പോൾ ഈ നഗരത്തിലുള്ള സൗകര്യങ്ങളൊന്നുമില്ലാതെ ഈ പീലിയുടെ ഗ്രാമത്തിൽ പോയി ജീവിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം കഴിച്ചു കൂട്ടുക എന്നൊക്കെ കരുതി ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് നമ്മുടെ വിക്കിക്കുട്ടൻ എങ്ങോട്ട് പോകുന്നത്? നമ്മുടെ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകുന്നത്. പീലിയുടെ ഗ്രാമത്തിലാണെങ്കിൽ റേഞ്ച് ഉണ്ടോ? ഇല്ല. അതുപോലെ വൈഫൈ ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അതൊന്നുമില്ലാതെ എങ്ങനെയാണ് നമ്മുടെ പീലിയുടെ ഗ്രാമത്തിൽ ഒരു ദിവസം കഴിച്ചു കൂട്ടുക എന്നൊക്കെ വിചാരിച്ചിട്ട് ആര് പോകുന്നത്? നമ്മുടെ വിക്കിക്കുട്ടൻ പോയത്. പക്ഷേ കഥയാകെ മാറിയില്ലേ. നമ്മുടെ വിക്കിക്കുട്ടന് പീലിയുടെ ഗ്രാമത്തിലെത്തിയപ്പോഴാണ് മനസ്സിലായത്, റേഞ്ചോ വൈഫൈ ഒന്നും വേണ്ട, നമുക്ക് ജീവിതം ആസ്വദിക്കാൻ. ഈ ഗ്രാമത്തിൽ ആ ഭംഗിയൊക്കെ കണ്ടപ്പോൾ അവനത് മനസ്സിലാക്കി. നമുക്ക് ജീവിക്കാൻ അടിപൊളിയാണ് ഈ ഗ്രാമത്തിൽ ജീവിക്കാൻ, അല്ലെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ അവന് ആസ്വദിച്ചു. എന്നിട്ട് നമ്മളെ വിക്കിക്കുട്ടന് അവിടുന്ന് മടങ്ങുമ്പോൾ അവനിങ്ങനെ മനസ്സിൽ കരുതി, ഞാൻ എന്താ വിചാരിച്ചിരുന്നത്, ഈ സിറ്റി ലൈഫാണ് ഏറ്റവും അടിപൊളി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. എന്താണ്, എൻ്റെ ധാരണകൾ മുഴുവൻ, എൻ്റെ ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ഇതുണ്ടല്ലോ, ആ ചിന്തകൾ മുഴുവൻ തെറ്റായിരുന്നു. എന്താണ്, ഗ്രാമത്തിലെ ജീവിതം ഇതിനേക്കാളേറെ അടിപൊളിയാണ്. എന്താണ്, നമ്മുടെ വിക്കിക്കുട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്താണ് വലിയ വലിയ ബിസിനസ്സുകാരാണ്. അവനെന്താണ് ഒരു ഫ്ലാറ്റിലായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ അവൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ബിസി ആയത് മീൻസ് എന്താണ്, അവൻ്റെ അച്ഛനും അമ്മയും ബിസിനസ്സുകാരാകുമ്പോൾ അവരുടെ ജീവിതം അതിനനുസരിച്ചുള്ള തിരക്കുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ബിസി ലൈഫായിരുന്നു അവൻ്റെത്. അപ്പോൾ അവർക്ക് അധികം എന്താണ്, അവർ എങ്ങനത്തെ ഫുഡായിരിക്കും കഴിക്കുക, പാക്കറ്റ് ഫുഡ്, പെട്ടെന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന പാക്കറ്റ് ഫുഡായിരിക്കും അവർ കഴിക്കുന്നത്. പക്ഷേ ആ ഫുഡിൻ്റെ 10 ഇരട്ടി ടേസ്റ്റ് ഉണ്ടാവും എവിടുത്തെ ഫുഡ്, നമ്മുടെ പീലിയുടെ ഗ്രാമത്തിലെ ഫുഡിന്. മനസ്സിലായോ? അതുപോലെ തന്നെ അപ്പോൾ അവനെന്താണ്, ഈ ലൈഫ് ആകെ ബോറടിച്ചിരുന്നു. അതിൽ നിന്ന് അവന് ആകെ ഒരു ആശ്വാസം കിട്ടിയത് എപ്പോഴാണ്, അവൻ്റെ മുത്തച്ഛന് റിട്ടയർഡായിട്ട്, ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർഡായിട്ട് തിരിച്ചു വന്നപ്പോഴാണ് അവന് അതിൽ നിന്നൊരു ആശ്വാസം കിട്ടിയത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വിക്കിക്കുട്ടൻ്റെത്. ഇനി ഇവിടെ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം.
ഹാവിൻ യു ടേക്കൺ നോട്ട് ഓഫ് ദ തോട്ട്സ് ഓഫ് ബോത്ത് ദി ഫ്രണ്ട്സ്? രണ്ട് കൂട്ടുകാരുടെയും ചിന്തകളുടെ വിശദീകരണം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഓക്കെ. ഡോണ്ട് ദേ ഷെയർ അബൌട്ട് ദ സോഴ്സസ് ഓഫ് ഇൻകം ഓഫ് ദെയർ ഫാമിലീസ് ഇൻ ദെയർ തോട്ട്സ്? ലിസ്റ്റ് ദ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് ബോത്ത് ദി ഫാമിലീസ്. അപ്പോൾ ഇവരുടെ കുടുംബങ്ങളുടെ വരുമാനത്തിനെ പറ്റി, വരുമാന സ്രോതസ്, അതാണ് സോഴ്സ് ഓഫ് ഇൻകം, നമുക്കിതിൽ പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങളോട് ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? സോഴ്സസ് ഓഫ് ഫാമിലി ഇൻകം ഓഫ് നീനുവിൻ്റെ കുടുംബ വരുമാന സോഴ്സ്. അത് ലീസ്, പാട്ടത്തിന്. നമ്മുടെ നീനു പറയുന്നുണ്ടല്ലോ അവരുടെ കൃഷിയിടം പാട്ടത്തിന് കൊടുത്തുന്ന്. അപ്പോൾ അതിൽ നിന്നും അവൾക്ക് വരുമാനം കിട്ടും. അപ്പോൾ ലീസിന്. പിന്നെയോ നമ്മുടെ വിക്കിക്കുട്ടൻ്റെ ആണെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയും എന്താണ്? ബിസിനസ്സുകാരാണല്ലേ. അപ്പോൾ അതിൽ നിന്നായിരിക്കും അവരുടെ ഇൻകം വരുന്നത്. നെക്സ്റ്റ്, നീനുവിൻ്റെ ഫാമിലിക്ക് അതുപോലെ തന്നെ അവളുടെ അമ്മയും അച്ഛനും എന്താണ്? ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണല്ലേ. അവരെവിടെ താമസിക്കുന്നത്? ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഗവൺമെൻറ് സർവീസിൽ നിന്നും അവർക്ക് എന്ത് ലഭിക്കും? ഗവൺമെൻറ് ജോബിൽ നിന്നും അവർക്ക് ഇൻകം ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ വിക്കിയുടെ ഫാമിലിക്ക് അവൻ്റെ മുത്തച്ഛൻ എന്താണ്? റിട്ടയർഡാണ് ഗവൺമെൻറ് സർവീസിൽ നിന്ന്. അപ്പോൾ അവർക്ക് അതിനുള്ള പെൻഷനും ലഭിക്കും. ഇങ്ങനെയൊക്കെയാണ് അവരുടെ വരുമാനങ്ങൾ വരുന്നത് അല്ലേ, അവരുടെ സോഴ്സസ് ഓഫ് ഇൻകം വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയേ. ദ ടേബിൾ ഷോൺ ബിലോ ഗിവ്സ് ആൻ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഓഫ് ദി മന്ത്ലി ഇൻകം ഓഫ് ബോത്ത് ദി ഫാമിലീസ്. താഴെ തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കുടുംബത്തിൻ്റെയും, നീനുവിൻ്റെയും വിക്കിയുടെയും കുടുംബത്തിൻ്റെ മാസ വരുമാനത്തിൻ്റെ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഓഫ് ദി മന്ത്ലി ഇൻകം, ഒരു ഏകദേശം കണക്ക്, മാസ വരുമാനത്തിൻ്റെ ഏകദേശം കണക്കാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. വിക്കിയുടെ ഫാമിലി ആണെങ്കിൽ അത് 3 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ വരുന്നുണ്ട്. അവർ ബിസിനസ്മാൻ അല്ലേ, ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പ്രതീക്ഷിക്കാം. ഇനി നമ്മുടെ നീനുവിനാണെങ്കിൽ 1 ലക്ഷം മുതൽ 3 ലക്ഷം വരെ വരുമാനം ലഭിക്കുന്നുണ്ട്. ഈസ് ദ ഇൻകം ഓഫ് ദി 2 ഫാമിലീസ് ദ സെയിം? ഇവിടെ ഈ രണ്ട് കുടുംബത്തിൻ്റെയും വരുമാനം ഒരുപോലെയാണോ? അല്ല അല്ലേ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും എന്താണ്, നമ്മുടെ വിക്കിയുടെ ഫാമിലിക്ക് നല്ല വരുമാനമുണ്ട്, നമ്മുടെ നീനുവിൻ്റെ ഫാമിലിക്ക് അത്ര തന്നെ ഉണ്ടോ? ഇല്ല അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കിയേ. എന്താണ്? നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പഞ്ചായത്തിലെ കുറേ കുടുംബങ്ങളുടെ ഏകദേശ മാസ വരുമാനത്തിൻ്റെ ഒരു കണക്കാണ് നമുക്ക് താഴെ ആ ടേബിളിൽ തന്നിട്ടുള്ളത്. അപ്പം നിങ്ങളടുത്ത് അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് അവിടെ 2 ക്വസ്റ്റ്യൻ തന്നത് കണ്ടോ? ഫാമിലി വിത്ത് ദ ഹയസ്റ്റ് ഇൻകം, ഏത് ഫാമിലിക്കാണ് ഹയസ്റ്റ്, നല്ല കൂടുതൽ വരുമാനമുള്ളത് എന്നുള്ളത് എഴുതുക. അതുപോലെ തന്നെ ഫാമിലി വിത്ത് ദ ലോവസ്റ്റ് ഇൻകം, ഏറ്റവും താഴ്ന്ന വരുമാനമുള്ളൊരു ഫാമിലിയുടെ ഇൻകവും എഴുതുക. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാമിലി എക്ക് എത്രയാണ് വരുന്നത്? 4 ലാക്ക് തൊട്ട് 5 ലാക്ക് വരെ. ബി ആണെങ്കിൽ 3 to 4 ലാക്ക് അല്ലേ, 3 ലാക്ക് തൊട്ട് 4 ലാക്ക് വരെ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇതിലിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും എന്താണ് ഹയസ്റ്റ് ഇൻകം ആർക്കാണ്? ഫാമിലി എക്കാണ് അല്ലേ, 4 ലാക്ക് ടു 5 ലാക്ക്. ഏറ്റവും കുറവ് ആർക്കാണ്? നമ്മുടെ ഫാമിലി ജിക്കാണ് അല്ലേ. എത്രയാണ് അവരുടെ ഇത് വരുന്നത്? 10,000 തൊട്ട് 25,000 വരെ അല്ലേ. അപ്പോൾ അത് മക്കൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ പെട്ടെന്ന് ക്ലിയർ ആവുന്നതാണ്. ഇനി നെക്സ്റ്റ്, ഇനിയാണ് നമ്മൾ നമ്മുടെ പാഠത്തിൻ്റെ മെയിൻ പോയിൻറ്റ്സ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? റീസൺസ് ഫോർ ഡിഫറൻസ് ഇൻ ഫാമിലി ഇൻകം. നമ്മൾ പറഞ്ഞല്ലോ ഓരോ ഫാമിലിക്കും ഓരോ ഇൻകം ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് പോയിൻ്റ് എന്താണ്? ഡിഫറൻസ് ഇൻ ഇൻകം ഫ്രം എംപ്ലോയ്മെൻറ്റ്. നമുക്ക് എംപ്ലോയ്മെൻറ്റ്, നമ്മുടെ ജോലിയിൽ നിന്നുള്ള നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ വ്യത്യാസമാണ് മെയിൻ കാരണം. അതുകൊണ്ടാണ് നമ്മൾ നാട്ടിൽ പലതരത്തിലുള്ള, ഓരോ കുടുംബത്തിലും ഓരോ തരത്തിലുള്ള വരുമാനം വരുന്നത്. ഓക്കെ. ഇനി സെക്കൻഡ് എന്താണ്? ഡിഫറൻസ് ഇൻ ദ സോഴ്സസ് ഓഫ് ഇൻകം. അതുപോലെ തന്നെ സോഴ്സസ് ഓഫ് ഇൻകം, വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം. അപ്പം ഇത് 2 കാരണം, മെയിൻ 2 പോയിൻ്റ് കേട്ടോ. നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ. ഫാമിലി ഇൻകത്തിൽ ഡിഫറൻസ് വരാനുള്ള മെയിൻ 2 റീസൺസ് എന്തൊക്കെയാണ്? മക്കൾ നന്നായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. എന്താണ് ഫസ്റ്റ് പോയിൻ്റ്? ഡിഫറൻസ് ഇൻ ഇൻകം ഫ്രം എംപ്ലോയ്മെൻറ്റും ഡിഫറൻസ് ഇൻ ദി സോഴ്സസ് ഓഫ് ഇൻകം. ഓക്കെ. ഇനി നമ്മൾ ഡിഫറൻസ് ഇൻ ഇൻകം
ഫ്രം എംപ്ലോയ്മെൻറ്റ് എന്ന ടോപ്പിക്ക് നമ്മൾ നന്നായിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ മാഡത്തിൻ്റെ കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കൂലേ? ഓക്കെ മക്കൾ, ഈ പിക്ചറൊക്കെ ഒന്ന് നോക്കിയേ. ഫസ്റ്റ് ജോബ് എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? ഒരു ടീച്ചിങ് അല്ലേ. നമ്മൾ ടീച്ചർ ക്ലാസ് എടുക്കുന്ന ഒരു ക്ലാസ് റൂം അല്ലേ. അപ്പോൾ ആ ഒരു ജോബിന് നമ്മൾ പറയാം ടീച്ചിങ്. സെക്കൻഡ് വൺ എന്താണ്? ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നൊരു പ്ലേസാണ് നമുക്ക് ആ ഒരു പിക്ചറിൽ കാണുന്നത്. അവിടെ എന്താണ് ലേഡീസും അതുപോലത്തെ ജെൻസും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? ഹെവി ലേബർ അല്ലേ, നല്ല ചുമട്ട് തൊഴിലാളിയാണ് അല്ലേ. പിന്നെയോ നമുക്ക് ട്രേഡ് കാണാം അല്ലേ. നമ്മളൊരു മാർക്കറ്റിൻ്റെ ഒക്കെ പോലെയുള്ളൊരു പ്ലേസ് കാണാം. ട്രേഡ് എന്ന് പറയും. ആ ഒരു ജോബിന് നമ്മൾ ട്രേഡ് എന്ന് പറയും. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഡു യു തിങ്ക് ദാറ്റ് ദോസ് ഹൂ എൻഗേജ്ഡ് ഇൻ ഡിഫറെൻറ്റ് എംപ്ലോയ്മെൻറ്റ്സ് ഗെറ്റ് ദ സെയിം ഇൻകം? ഡിഫറെൻ്റ് വ്യത്യസ്തമായ എംപ്ലോയ്മെൻറ്റ്സ് ജോലികളിൽ ഏർപ്പെട്ടവർക്ക് ഒരേ ശമ്പളമാണോ ലഭിക്കുക? എന്താണ് മക്കളുടെ അഭിപ്രായം? ഒരു ടീച്ചർക്കും അതുപോലെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ വർക്കിൽ, ഇറ്റ് മീൻസ് അപ്പം നമ്മളെ വീടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുന്ന അവിടെയൊക്കെ തൊഴിലാളികൾ വർക്ക് ചെയ്യൂലേ. ആ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിക്കും നമ്മുടെ ടീച്ചർക്കും ഒരേ ശമ്പളമാണോ ലഭിക്കുന്നത്? ആണോ? എന്താ മക്കളുടെയൊക്കെ ഒരു അഭിപ്രായം? Based on the nature of employment, the income from it varies. അപ്പം എന്താണ്? നമ്മുടെ ജോലിയുടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ വരുമാനം. ഓക്കെ, ഒരു വീട്ടിൽ അവരിലെ അമ്മയും അച്ഛനും വർക്ക് ചെയ്യാമെന്ന് കരുതാം. അമ്മ എന്താണ്? ടീച്ചറാണ്. അച്ഛനൊരു ഡോക്ടറാണ് അല്ലെങ്കിൽ ഒരു എൻജിനീയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഡോക്ടർക്ക് കിട്ടുന്ന അതേ ശമ്പളമാണോ നമ്മുടെ ടീച്ചറായ നമ്മുടെ അമ്മയ്ക്ക് ലഭിക്കുന്നത്? അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ അമ്മ ടീച്ചറാണെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ആ വീട്ടിൽ സഹായിക്കാൻ ഒരു ചേച്ചിയോ ആരെങ്കിലും വരും അല്ലേ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സഹായത്തിനൊക്കെ ആളുകൾ വരും. അപ്പം നമ്മൾ അവർക്ക് ആ സഹായത്തിന് വരുന്ന ആളുകൾക്ക് നമ്മളൊരു ശമ്പളം കൊടുക്കും. അവർക്ക് കൊടുക്കുന്ന അതേ ശമ്പളമാണോ നമ്മുടെ അമ്മയ്ക്ക് കിട്ടുന്നത്? അല്ലേ. നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പം അതാണ് പറയുന്നത്, നമ്മുടെ ജോലിയുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ വരുമാനം. ക്ലിയർ ആയല്ലോ? ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? ഡിഫറൻസ് ഇൻ ദി സോഴ്സസ് ഓഫ് ഇൻകം. ഓക്കെ, എന്താണ്? വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം. സോഴ്സസ് ഓഫ് ഇൻകം എന്താണ്? സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകും, അസറ്റ്സ്, നമുക്ക് പ്രോപ്പർട്ടി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെയാണ് സോഴ്സസ് ഓഫ് ഇൻകം. നമുക്ക് വരുമാനം കിട്ടുന്ന ഉറവിടം അല്ലെങ്കിൽ സ്ഥലം. ഇപ്പോൾ നമുക്ക് ഒരുപാട് പറമ്പ്, നമ്മുടെ അച്ഛന് അമ്മയ്ക്ക് അവർക്കൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തെങ്ങൊക്കെ ഉണ്ടെങ്കിൽ ആ തേങ്ങയൊക്കെ കൊടുത്താലും നമുക്ക് എന്താണ്? ഒരു വരുമാനം ലഭിക്കും. ഇനിയിപ്പോൾ അഥവാ അപ്പാർട്ട്മെൻറ്റ്സ്, നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റിയ ബിൽഡിങ്ങൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാടകയ്ക്ക് കൊടുത്താൽ എന്താണ്? നമുക്ക് വരുമാനം ലഭിക്കും. പിന്നെ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിലും നമുക്ക് വരുമാനം ലഭിക്കും. അതുപോലെ തന്നെയാണ് സ്റ്റോക്ക്, ഓഹരി നിക്ഷേപം എന്ന് പറയും, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? വരുമാനങ്ങൾ ലഭിക്കും. ഇങ്ങനെ നമുക്ക് വരുമാനം ലഭിക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേരിയേഷൻ ഇൻ ദി സോഴ്സസ് ഓഫ് ഇൻകം ഈസ് എ മേജർ കോസ് ഓഫ് വേരിയേഷൻ ഇൻ ദി ഫാമിലി ഇൻകം. ഓരോ വീടുകൾക്കും, അപ്പം നമ്മളിങ്ങനെ സങ്കല്പിക്കുക, നമ്മുടെ ചുറ്റുപാട്, നമ്മളൊരു ഏരിയ എടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് എടുക്കുക. നിങ്ങളുടെ ചുറ്റുപാടത്ത് ഒരു 10-20 വീടുകളുണ്ടാവും. ആ 10-20 വീട്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാമിലി ഇൻകം ആയിരിക്കും ഉണ്ടാവും അല്ലേ. ഫാമിലി ഇൻകം എന്താണ്? പലതായിരിക്കും. കാരണം എന്താണ്? ഓരോ വീട്ടിലെയും സോഴ്സസ് ഓഫ് ഇൻകം, അവരുടെ വർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാവരും ഒരേ ജോലിയാണോ ചെയ്യുക? ആ ഒരു ഏരിയയിലുള്ള എല്ലാ ഫാമിലിയിലുള്ളവരും ഒരേ ജോലിയാണോ ചെയ്യുക? അല്ല, അവരെല്ലാവരും ഡിഫറെൻറ്റ് ജോബ്സിലായിരിക്കും എൻഗേജ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അവരുടെ സോഴ്സസ് ഓഫ് ഇൻകം എന്താണ്? അതും ഡിഫറെൻ്റ് തന്നെയാണ്. ചില ആളുകൾക്ക്, ചില ഫാമിലി മെമ്പേഴ്സിന് നല്ല വരുമാനം ലഭിക്കുന്ന ബാങ്ക് ഡെപ്പോസിറ്റും സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ഉണ്ടാകും. ചിലവർക്കാണെങ്കിലും അതൊന്നും ഉണ്ടാവില്ല. അവർ താമസിക്കുന്ന ആ ഒരു വീടും ആ ഒരു ചുറ്റുപാടുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് എന്താണ് മനസ്സിലാക്കേണ്ടത്?
ഓരോ ഫാമിലിയുടെയും കുടുംബ വരുമാനം എന്ന് പറയുന്നത് എന്താണ് ഡിഫറെൻ്റാണ്, വ്യത്യാസമുള്ളതാണ്. എല്ലാവരുടെയും സെയിം അല്ല എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് പറയുന്നത് എന്താണ്? ബാങ്ക് ഡെപ്പോസിറ്റ്, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, അസറ്റ്സ് ആർ വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം. ഏതൊക്കെയാണ് സോഴ്സസ് ഓഫ് ഇൻകം എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇൻകം വിൽ വാരി ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദി സോഴ്സസ് ഓഫ് ഇൻകം. അതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. നമ്മുടെ വരുമാനം എന്താണ്? നമ്മുടെ സോഴ്സസ് ഓഫ് ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സോഴ്സസ് ഓഫ് ഇൻകം നോക്കിയിട്ട് നമ്മുടെ ഇൻകത്തിലും വ്യത്യാസം വരും. ക്ലിയർ ആയല്ലോ. ദോസ് ഹൂ ഹാവ് എ ഹൈ ഇൻകം ക്യാൻ മീറ്റ് മോർ നീഡ്സ്. ആർക്കാണോ നല്ല വരുമാനമുള്ളവർ അവർക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ സാധിക്കും. അതുപോലെ അവരുടെ ജീവിതം എങ്ങനെയാണ്? മികച്ചതായിരിക്കും. അവർക്ക് അവരുടെ ആവശ്യത്തിനുള്ള പണം ഉണ്ടായിരിക്കും അല്ലേ. എല്ലാ തരത്തും മീൻസ് എല്ലാ രീതിക്കും അവർക്ക് എന്താണ്? അടിപൊളിയായിട്ട് ജീവിക്കാം എന്നർത്ഥം. മറിച്ച് ലോ ഇൻകം ആണെങ്കിൽ അവരെന്താണ്? അവരുടെ ബേസിക് നീഡ്സ്, അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിക്കാത്തവരായി മാറും. മനസ്സിലായോ? നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ. ജനറലി ഫാമിലീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ ദെയർ ഇൻകം. നമ്മുടെ കുടുംബത്തിനെ 3 തരത്തിലാണ് നമുക്ക് ഫാമിലീസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. എന്തിൻ്റെ ബേസിസിൽ? ഇൻകത്തിൻ്റെ ബേസിസിൽ, വരുമാനത്തിൻ്റെ ബേസിസിൽ നമുക്ക് നമ്മുടെ ഫാമിലിയെ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് ഹൈ ഇൻകം, ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ. നെക്സ്റ്റ് എന്താണ്? ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് മോഡറേറ്റ് ഇൻകം, ഇടതര വരുമാനമുള്ള കുടുംബങ്ങൾ അല്ലേ. ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ. ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് ലോ ഇൻകം, താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ. അങ്ങനെ 3 തരത്തിലാണ് നമ്മൾ നമ്മുടെ ഫാമിലീസിനെ വരുമാനത്തിൻ്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. മനസ്സിലായോ? വേർതിരിക്കുന്നത് അല്ലെങ്കിൽ തരംതിരിക്കുന്നത്. Haven't you noticed that there is a difference between the income generated from a job and from other sources? The inequality in employment and income leads to the economic inequality in the society. Inequality occurs when the available resources in a society are not distributed equally. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്താണ്? എക്കണോമിക് ഇനിക്വാളിറ്റി ആണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് എക്കണോമിക് ഇനിക്വാളിറ്റി. അത് നമുക്ക് നന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ താങ്ക് യു സ്റ്റുഡൻസ്.